തകർന്നുപോയ ഗ്ലാസ് പാർട്ടിക്കിൾസ് വാക്വം വെച്ച് റിമൂവ് ചെയ്യുന്നതാണ്. ഇതൊരു ആക്സിഡൻറ്റിൽ നിന്നും പറ്റിയതല്ല കേട്ടോ. അതുകൊണ്ട് സീറ്റിലും കാറിൻ്റെ അടിഭാഗത്തൊക്കെ നിറച്ച് ഗ്ലാസ് പാർട്ടിക്കിൾസാണ്. ഇതെങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഞെട്ടും. ഇതുണ്ടോ, ഫ്രണ്ട് ഗ്ലാസ് വരെ പൊട്ടിയിട്ടുണ്ട്. ഐ റിപ്പീറ്റ്, ആക്സിഡൻറ്റിൽ പറ്റിയതല്ല ഇത്. ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്നൊരു കാര്യം അറിഞ്ഞു. അപ്പം അതും കൂടെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. എന്താ നിങ്ങൾക്കറിയാവോ? പറയാം. ഇവിടെ ഈ പാർട്ടിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കാറ് പാർക്ക് ചെയ്തൊക്കെയായിരുന്നു. കാറ് കുറച്ചും കൂടെ അപ്പുറത്തോടായിരുന്നു. കാർ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. ഈ കണ്ടു ഈ കിടക്കുന്ന ഗ്ലാസ് പാർട്ടിക്കിൾ. പുള്ളിയുടെ സൈഡ് ഗ്ലാസ് ഇവിടെ നിന്ന് ഇടിച്ച് തകർത്ത് ആ കാറിനകത്ത് കിടന്ന സ്റ്റഫ്സ്, അതിൽ സിഗരറ്റ് ഉണ്ടായിരുന്നു, പുള്ളിയുടെ പേഴ്സ്, ക്രെഡിറ്റ് കാർഡ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, അതെല്ലാം എടുത്തുകൊണ്ട് പോയി. ഈ ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ചിട്ട് അതിനകത്തുണ്ടായിരുന്ന എല്ലാ സംഭവവും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ ദിവസം രാത്രി. ഫ്രണ്ട് ഗ്ലാസ്സിനും ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മെക്കാനിക്സ് വന്ന് ഫ്രണ്ട് ഗ്ലാസും സൈഡ് ഗ്ലാസും മാറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പൊട്ടിപ്പോയ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്യുന്ന പരിപാടിയാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം ആ ഗ്ലാസ് ഇങ്ങനെ അവർ ഇളക്കി മാറ്റും. അതിൻ്റെ പ്രോസസ്സാണ് ഈ കാണുന്നത്. ഇതാ നമ്മുടെ ഗ്ലാസ് ചേഞ്ചിങ്ങിന് വന്ന ടീമിൻ്റെ വെഹിക്കിളാണ്. അതിനകത്ത് ഇന്നത്തെ അവരുടെ ഓർഡേഴ്സാണ് ഇരിക്കുന്നതൊക്കെ. ഇത് ഈ കാറിനിടാനുള്ള ഗ്ലാസ്, പുതിയ ഗ്ലാസ് വരെ എടുത്ത് വെച്ചിരിക്കണം. ഇതാണ് ആ ടീം, ഈ ഗ്ലാസ് റിപ്പയർ ചെയ്യുന്ന ടീം. ഒന്ന് നമ്പരും ഒക്കെ നോക്കി വെച്ച് ചിലപ്പം നമുക്കും ഫ്യൂച്ചറിൽ ചിലപ്പോൾ ആവശ്യം വരും. ഈ പുതിയ ഗ്ലാസ് അവർ വയ്ക്കാൻ പോകുന്ന ഗ്ലാസ്, പഴയ ഗ്ലാസ് ഒരു എടുത്ത് മാറ്റി പുതിയ ഗ്ലാസ് വയ്ക്കാൻ പോകുന്നു. അവരാ പഴയ ഗ്ലൂ അതിങ്ങനെ എടുത്ത് കളയുകയാണ്. പുതിയ ഗ്ലാസ് ഒട്ടിക്കുന്നതിന് മുമ്പ് ഓൾഡ് വന്ന ഒരു മാറ്റം. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവർ ഓരോ സ്റ്റെപ്പും എന്നെ വിളിച്ചിട്ട് ഇതെടുക്കൂ, ഇത് മിസ്സാക്കണ്ട എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുകയാണ്. ഗ്ലാസ് ഒട്ടിക്കുന്നതിന് മുമ്പ് പ്രൈമറിൻ്റെ ഒരു കോട്ട് അവർ വരയ്ക്കുന്നതാണ് ഇത്. അപ്പോൾ ആ ഗ്ലാസ്സിലും അവർ നേരത്തെ വരച്ച. ദിസ് ഈസ് ഗ്ലൂ, റൈറ്റ്? Yeah, glue. రోజు లక్ష కంటే ఎక్కువ పోదు కదా, లక్ష పోతుంది ఫస్ట్. 1 lakh కంటే ఎక్కువ పోదు కాబట్టి కొనిపోయినా నా అకౌంట్ శారీ ఇబ్బంది అమ్మ. ఇంకో కొంచెంసేపు అయినా ഈ കാറിൻ്റെ ഓണർ ചേട്ടനോട് സംസാരിച്ചിരുന്നതുകൊണ്ട് അവർ ഈ ഗ്ലാസ് ഫിറ്റ് ചെയ്തത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതെങ്ങനെയാണ് സംഭവിച്ചത്, എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ ചോദിച്ച് അതൊക്കെ തിരക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഫ്രണ്ട് ഗ്ലാസ് സെറ്റ് ചെയ്ത് ഇനി അടുത്തത് സൈഡ് ഗ്ലാസ്. It's already gone here. It's clips. Cigarette pack. Oh. And do you know? Mm-hmm. Apples and orange also he was taken. My What? Domino's cap also he was taken. What to do, bhai? Finish. Okay. The glass
glass. Like, They have we didn't get any sound. It seems like, of course, we are not there in Yeah. the room. I don't know what they have, But the glass you have was. CCTV there? Yeah. I'm a doctor. I just helping my brother. I Yeah. don't work. Just I came to help my brother. Yeah. Is it in his business? I'm a doctor. I completed my graduation from Ukraine for 6 year MD. MD. Now I am here to give an exam, Lab exam. 1 and 2. Okay. So hopefully very soon I will be working Okay. in a hospital as Yeah. a doctor. Okay. Okay, all the best. Thank you. Very much. അവരെ പുതിയ സൈഡിൽ ഡോർ ഗ്ലാസ് എടുത്ത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഗ്ലാസ് ഇത്രയും തകർത്ത് ആ കാറിനകത്തുണ്ടായിരുന്ന 2 പാക്കറ്റ് സിഗരറ്റ്, കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ അകത്ത് വെച്ചിരുന്ന പേഴ്സിനകത്ത് ക്രെഡിറ്റ് കാർഡും ഉണ്ടായിരുന്നു. ഇത്രയാണ് ആ അക്രമി എടുത്തുകൊണ്ട് പോയത്. നമ്മൾ കാറ് പാർക്ക് ചെയ്യുമ്പം ഈ വിസിബിളി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണാത്ത രീതിയിൽ പാർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ച് സേഫ് എന്ന് എനിക്കിത് കേട്ടപ്പോൾ തോന്നി. ഡൺ. Done. Done. Yeah. So we're gonna put this in the glass. We're gonna. ഇങ്ങനെ അവരവരുടെ പരിപാടിയൊക്കെ ഫിനിഷ് ചെയ്ത് പോവുകയാണ്. ഇതാണ് അവരുടെ ടീം. ഗൊറില്ല ഗ്ലാസ് റെഡിങ്ങിലും ബർമിംഗ്ഹാമിലും ഉണ്ട്. നമ്പർ ഇതേ അവിടെ എഴുതിയിട്ടുണ്ട്. കുറച്ച് നേരം വർക്ക് കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ സംസാരിച്ചിട്ട് അവർ പോകുന്നു. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ മെനിഞ്ഞാന്ന് രാത്രിയാണ് നടന്നത്. മെനിഞ്ഞാന്ന് 11 മണിക്ക് ആ ചേട്ടൻ കാറൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വർക്ക് കഴിഞ്ഞ് റൂമിൽ പോയി. അപ്പം ഇത് 11:30 ആയപ്പോഴത്തേക്കും ഈ ചേട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിടാ നിൻ്റെ ഗ്ലാസ് നീ ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ജസ്റ്റ് ആ ചേട്ടൻ കൊണ്ട് കാർ പാർക്ക് ചെയ്തപ്പോൾ കണ്ടതാണ്. അങ്ങനെ അവരൊന്ന് ഇറങ്ങി നോക്കുമ്പോഴാണ് ഗ്ലാസ് പൊട്ടിച്ചിട്ടൊക്കെയാണ്. അതിനകത്തുള്ള സാധനങ്ങളൊക്കെ പോയി, ക്രെഡിറ്റ് കാർഡൊക്കെ പോയി. ഉടനെ തന്നെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്തു. അവർ ഈ എടുത്തുകൊണ്ട് പോയ ആൾക്കാർ കുറച്ച് മേളിലെ ജംഗ്ഷനിൽ പോയിട്ട് അവിടുത്തെ കടയിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് സാധനം വാങ്ങാനായിട്ട് ട്രൈ ചെയ്തപ്പോൾ ഡിക്ലൈനായി, ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട്. അങ്ങനെ അവിടുത്തെ CCTV ക്യാമറ ഒക്കെ എടുത്ത് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പോലീസിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ചേട്ടൻ തന്നെ പറയുന്നത് കേസ് കൊടുത്തിട്ടുള്ള കാര്യമൊന്നുമില്ല, പോലീസുകാർ വലിയ അവരിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് നോക്കിയെങ്കിലും ചെയ്യും, സ്പോട്ടെങ്കിലും. അവർ റെഫറൻസ് നമ്പർ കൊടുത്തു. ഏതെങ്കിലും CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇത് കൊണ്ടുപോയ ആൾക്കാരെ കിട്ടുവാണെങ്കിൽ ആ ഒരു ഇത് അവർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം എന്നെ സംബന്ധിച്ച് കുറച്ച് ഞെട്ടലുണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതി. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നാട്ടിലുള്ളവർ വിചാരിക്കുന്ന പോലെ ഇവിടെ ഭയങ്കര സേഫും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞത് എല്ലായിടത്തും ഉള്ളതല്ല. ഞാൻ 2 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ആദ്യത്തെയാണ് ഇങ്ങനെ അനുഭവം. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കണ്ടിട്ടേ ഉള്ളൂ ഇതുപോലെ ആൾക്കാർ അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതാണ് എൻ്റെ ലൈഫിൽ ആദ്യത്തെ അനുഭവം. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.